പഹൽഗാം ഭീകരർ ശ്രീലങ്കയിലെന്ന് സൂചന. ചെന്നൈ വഴി കൊളംബോയിലേക്ക് കടന്നു. കൊളംബോ വിമാനത്താവളത്തിൽ പരിശോധന നടത്തി. ഇതിനിടെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചു. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അബ്ദാലി മിസൈൽ ആണ് പരീക്ഷിച്ചത്. ടി.ജി. സജിത്ത് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി തുടരുന്നു. ഭീകരരെ ജീവനോടെ പിടികൂടുവാനുള്ള ശ്രമവുമാണ് തുടരുന്നത്. അതിനിടയിലാണല്ലോ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. രാജ്യം വിട്ട് ശ്രീലങ്കയിലേക്ക് അവർ പോയി, പാകിസ്ഥാനിലല്ല ഉള്ളത് എന്ന വ്യക്തമായൊരു സൂചനയിലേക്കാണോ എത്തുന്നത്? അഭിലാഷ്, ഈ NIA-യുടെ അന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അതായത് ശ്രീലങ്കയിലേക്ക് 6 തീവ്രവാദികൾ കടന്നു കളഞ്ഞു എന്ന സംശയമാണുള്ളത്. ഇന്ന് ചെന്നൈയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ട ശ്രീലങ്കൻ എയർലൈൻസ് വിമാനം UL122 എന്ന നമ്പറുള്ള വിമാനത്തിൽ 6 പേർ കടന്നു എന്ന സംശയത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇത് ചില സൂചനകൾ മാത്രമാണ്. ഇന്ത്യൻ അധികൃതരുടെ നിർദ്ദേശപ്രകാരം 11:59, അതായത് 12 മണിയോടുകൂടി കൊളംബോ വിമാനത്താവളത്തിലെത്തിയ ഈ വിമാനത്തെ വിശദമായ പരിശോധനകൾ നടത്തി ശ്രീലങ്കയിലെ സൈന്യവും പോലീസും എയർപോർട്ട് ഉദ്യോഗസ്ഥരും എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് വരുന്നത്. ഈ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തിയോ ആരെങ്കിലും തിരിച്ചറിഞ്ഞോ തുടങ്ങിയ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും തന്ത്രപ്രധാനമായ ചില നീക്കത്തിലേക്ക് കടക്കുന്നു. തീവ്രവാദികൾ ശ്രീലങ്കയിലേക്ക് കടന്നോ എന്ന സംശയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയാണ്. ഇക്കാര്യത്തിൽ വലിയ പരിശോധനകളാണ് നടക്കുന്നത്. എന്തായാലും സംശയകരമായ സാഹചര്യങ്ങൾ പലതുണ്ട്. നമുക്കറിയാം, ഈ തീവ്രവാദികൾ 13-ാം ദിവസവും അവരെ പിടികൂടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തിരച്ചിൽ പല സാധ്യതകളിലേക്ക് നടക്കുകയാണ്. NIA-യുടെ പരിശോധനകൾ പല തരത്തിലായി നടക്കുന്നു. രാജ്യത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഇവർ കടന്നിട്ടുണ്ടോ എന്ന സാധ്യതകൾ തേടുന്നുണ്ടായിരുന്നു. ഇതിലാണ് ഇങ്ങനെ 6 പേർ, സംശയകരമായ 6 പേർ ശ്രീലങ്കൻ എയർലൈൻസിൽ ചെന്നൈയിൽ നിന്നും യാത്ര തിരിച്ചു എന്ന സുപ്രധാനമായ ചില വിവരങ്ങൾ, ചില സൂചനകൾ കിട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ തരത്തിൽ അന്വേഷണം നടക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ 6 തീവ്രവാദികൾ ശ്രീലങ്കയിലേക്ക് കടന്നു എന്ന സംശയകരമാണ് സാഹചര്യമാണ്. UL122 എന്ന എയർലൈനിലാണ് ഈ നീക്കം അവർ കടന്നിരിക്കുന്നത് എന്ന വിവരം കൂടി കിട്ടുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത്. ഇത്തരം സമാനമായ നിർദ്ദേശങ്ങൾ മറ്റ് നല്ല നയതന്ത്ര ബന്ധമുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. സംശയകരമായ സാഹചര്യത്തിൽ കാണുന്ന സാഹചര്യങ്ങൾ പരിശോധിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്കും ഇത്തരം നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളിലേക്ക് ഇപ്പോൾ വരുന്നത്. എന്തായാലും ശ്രീലങ്കയിലേക്ക് ഈ തീവ്രവാദികൾ കടന്നിട്ടുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടന്നത്. 11:59 ലാൻഡ് ചെയ്ത ഈ വിമാനത്തിൽ, ശ്രീലങ്കൻ എയർലൈൻസ് വിമാനത്തിൽ ഈ തീവ്രവാദികൾ ഉണ്ടായിരുന്നു. സംശയകരമായ രീതിയിൽ 6 പേരുണ്ടായിരുന്നു എന്നതാണ് ഇന്റലിജൻസ് വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ അധികൃതർ ശ്രീലങ്കൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പരിശോധന നടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ പരിശോധനയ്ക്കൊടുവിൽ കണ്ടെത്തിയ വിവരങ്ങൾ സംബന്ധിച്ച വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും 12 മണിയോടുകൂടിയാണ് അവിടെ പരിശോധന നടന്നത്. മണിക്കൂറുകളോളം പരിശോധന നീണ്ടുവന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എന്തെങ്കിലും സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയോ എന്ന സുപ്രധാനമായ കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തീവ്രവാദികൾ ക്രൂരമായ വെടിവെപ്പ് നടത്തിയ ഈ പ്രതികൾ ഇവരെവിടേക്ക് പോയി എന്ന ചോദ്യം.